അന്തിയുറങ്ങാൻ സുരക്ഷിതമായ വീടിനു വേണ്ടി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചൊരു 6 വയസ്സുകാരി പഠിച്ച് വലുതാകുമ്പോൾ പണം തിരികെ നൽകാമെന്നും ആ കുട്ടി ഉറപ്പു നൽകുകയാണ്. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിനിയായ റുവാനിയെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വീടുണ്ട്, അതൊരു പഴയ വീടാ. രാത്രി മഴയെ പെയ്യുമ്പം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഞങ്ങൾക്കൊരു പുതിയ വീട് വെച്ചരണം, അതിൽ ഞങ്ങൾ ഉറങ്ങാം. ഞാൻ വലുതാവുമ്പം ഞാൻ പൈസ തരാം. പഠിച്ചു മിടുക്കിയാകണം വിഴിഞ്ഞം LP സ്കൂളിലെ 3ാം ക്ലാസ്സുകാരി റുവാനിയയ്ക്കും സഹോദരനും. അതിനാദ്യം ഈ പൊട്ടിപ്പൊളിഞ്ഞ കുടിലിൽ നിന്നും മോക്ഷം വേണം. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ചായ്പിനുള്ളിലാണ് 2 മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. നല്ലൊരു ശുചിമുറിയില്ല, അടച്ചുറപ്പുള്ള വാതില് പോലുമില്ല. 2.5 സെന്റ് സ്ഥലത്തിൽ അധ്യാപകരൊക്കെ കൂടെ സഹായിച്ച് വാങ്ങി തന്നതാണ്. അതിനകത്ത് ഷീറ്റിട്ടൊരു റൂമിലാണ് ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും താമസിക്കുന്നത്. രാത്രി മഴ പെയ്താൽ ഒരുപാട് ചോർച്ചയും മറ്റു പ്രാണികളുടെ ഇഴജന്തുക്കളുടെയൊക്കെ ശല്യമാണ്. ഓരോ ദിവസവും 100 ദൈവത്തെ വിളിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെ. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ വലിയൊരു ആഗ്രഹമാണ് ഒരു അടച്ചുറപ്പുള്ളൊരു ചോരാത്തൊരു വീട്ടിൽ കിടക്കണമെന്ന്. പലതവണ വീടിന് വേണ്ടി അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതാണ് ദുരിതത്തിന് കാരണം. ഓട്ടോ ഡ്രൈവറായ പിതാവ് റീഗലിന്റെ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ഉപജീവന മാർഗം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.